ഇനി നമുക്ക് ക്യാരക്ടർ വിൻഡോയിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ടൂൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി വരുന്ന കുറേ സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു മാറ്റർ ഒക്കെ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻ ബാറിൽ പഠിച്ച ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതും ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതും ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യുന്നതും പാരഗ്രാഫ് അലൈൻമെന്റും ഫോണ്ട് കളറും അല്ലാതെ നമുക്ക് വേറെ കുറെ സെറ്റിംഗ്സും കൂടെ പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പാരഗ്രാഫിന്റെ ലൈനുകൾ തമ്മിലുള്ള സ്പേസിങ്ങും അതുപോലെ ഈ ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ വിൻഡോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ക്യാരക്ടർ വിൻഡോ കിടക്കുന്നത് വിൻഡോ മെനുവില് ക്യാരക്ടറിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോ മെനുവിൽ എന്ത് ചെയ്യുക? ക്യാരക്ടർ എന്നുള്ള കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബാറിൽ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാരക്ടർ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. ഓക്കെ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാരക്ടർ വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടും. ഈ ക്യാരക്ടർ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്കൊരു പാരഗ്രാഫ് വിൻഡോയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞോളാം. സോ ക്യാരക്ടർ വിൻഡോയിൽ നമുക്ക് ആദ്യമേ കാണുന്ന 3 സെറ്റിംഗ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് ഫോണ്ട് സൈസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത്, രണ്ടാമത് കിടക്കുന്ന ഫോണ്ടിന്റെ സ്റ്റൈല്, മൂന്നാമത് കിടക്കുന്ന എന്താണ് ഫോണ്ടിന്റെ സൈസ്. ഈ 3 കാര്യങ്ങളല്ലേ നമ്മൾ ഓപ്ഷൻ ബാറിൽ പഠിച്ചത്? ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ്. ഈ 3 കാര്യങ്ങളാണ് ക്യാരക്ടർ വിൻഡോയിൽ ആദ്യമേ കാണുന്ന 3 പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത്. സോ ഞാനത് ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് ഞാൻ 4ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ക്യാരക്ടർ വിൻഡോയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? നമ്മുടെ ലൈൻ സ്പേസിംഗ് ആണ്. അതായത് ലീഡിംഗ് എന്ന് പറയും. ലീഡിംഗ്. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ലീഡിംഗ് എന്ന് പറയും. ടൈപ്പ് ചെയ്ത ശേഷം ആ ടെക്സ്റ്റുകൾ തമ്മിലുള്ള ലൈനുകൾ തമ്മിലുള്ള അകലം നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ക്യാരക്ടർ വിൻഡോയിൽ വരിക. ക്യാരക്ടർ വിൻഡോയിൽ വന്നിട്ട് എന്ത് ചെയ്യുക? ഈ കാണുന്ന ലീഡിംഗ് വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓട്ടോ എന്ന് പറഞ്ഞ മോഡിലായിരിക്കും കിടക്കുന്നത്. അത് മാറ്റി നമുക്ക് കുറയ്ക്കണമെങ്കിൽ 6 പോയിന്റ് ആക്കാം. 6 പോയിന്റ് ആക്കുമ്പോൾ കണ്ടോ ഒട്ടും സ്പേസ് കാണില്ല. സോ നിങ്ങൾക്ക് ഒന്നിലെ ഇവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ടെക്സ്റ്റ് ഐക്കൺ കണ്ടോ? ഈ ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് ആ ലൈൻ സ്പേസിങ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ഈ ഒരു ലീഡിങ്ങിന്റെ ടെക്സ്റ്റ് ഐക്കൺ കിടപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈൻ സ്പേസിങ് അവിടെ കൂടുന്നതും കുറയുന്നതുമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ലീഡിങ്, അതായത് ലൈൻ സ്പേസിങ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ 5th പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാം. ട്രാക്കിംഗ് എന്ന് പറയും. ട്രാക്കിംഗ് മീൻസ് ക്യാരക്ടറുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് നമ്മൾ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിംഗ്. ഞാൻ ഇവിടെ ട്രാക്കിംഗ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുക. കണ്ടോ? ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിംഗ് അവിടെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ? ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിംഗ് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. സോ ട്രാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്ററുകൾ തമ്മിലുള്ള സ്പേസിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ ട്രാക്കിംഗ് വാല്യൂ ഡിഫോൾട്ട് കിടക്കുന്നത് എന്താണ്? 0 ആയിരിക്കും കിടക്കുന്നത്. സോ 0യിൽ തന്നെ അത് ഇടുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് പറഞ്ഞ ലീഡിംഗ് വാല്യൂയും ഓട്ടോയിൽ തന്നെ ഇടുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചേഞ്ച് ചെയ്തെടുക്കാം. സോ ഇനി വരുന്ന 2 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് വെർട്ടിക്കൽ സ്കെയിലും വേറൊന്ന് എന്താണ്? ഹൊറിസോണ്ടൽ സ്കെയിലും. കണ്ടോ? ഒരു ടെക്സ്റ്റും പിന്നെ ഒരു ആരോയും കണ്ടോ? മുകളിലേക്കുള്ള ആരോയും പിന്നെ ഒരു സൈഡിലേക്കുള്ള വരുന്ന ആരോയും. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെ സ്കെയിൽ ചെയ്യാനാണ്. സ്കെയിൽ ചെയ്യാൻ മീൻസ് ടെക്സ്റ്റിനെ നമുക്ക് ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിഡ്ത്ത് മാത്രം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൊറിസോണ്ടൽ സ്കെയിലും വെർട്ടിക്കൽ സ്കെയിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അതിനകത്തെ ആദ്യത്തെ ഈ ഒരു വെർട്ടിക്കൽ സ്കെയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ. കണ്ടോ? ഇതിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ? ഹൈറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട്. സോ ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂ എത്രയാണ്? 100 കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ വാല്യൂ എപ്പോഴും എത്ര കൊടുക്കുക? 100 തന്നെ കൊടുത്തോണം. അടുത്ത വാല്യൂ ആണ് എന്ത്? ഹൊറിസോണ്ടൽ സ്കെയിൽ. ഹൊറിസോണ്ടൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാൻ. കണ്ടോ? ടെക്സ്റ്റിന്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡിഫോൾട്ട് വാല്യൂ എത്രയാണ്? 100 തന്നെയാണ് കിടക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ലൈൻ ഷിഫ്റ്റ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബേസ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ബേസ് ലൈൻ ഷിഫ്റ്റ് മീൻസ് ആ പോയിന്റർ കണ്ടോ? ആ പോയിന്ററിന്റെ ബോട്ടം ഏരിയയിൽ നിന്നും എത്ര ഹൈറ്റിൽ ലെറ്റർ വേണം എന്നുള്ളതാണ്. ഇവിടെ ബേസ് ലൈൻ ഷിഫ്റ്റിന്റെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കി കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ലൈനും ഈ ബേസ് പോയിന്ററിന്റെ ഈ ഒരു പോർഷനിലായിരിക്കണം. അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് കാണിക്കും. അതായത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ? ഈ ലെറ്റർ ടൈപ്പ് ചെയ്ത് വന്നേക്കുന്നത് ഇവിടെ ഈ കേഴ്സറിന്റെ അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ ഇവിടെയാണ് ഈ ലെറ്റർ ടൈപ്പ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ബേസ് ലൈൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? നമ്മുടെ കളർ ചേഞ്ച് ചെയ്യുക അല്ലേ? ടെക്സ്റ്റിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി
യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു നോക്കണം കേട്ടോ. ഇനി അടുത്ത് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറയാം. അതിനകത്ത് ഒന്നാണ് ഫോക്സ് ബോൾഡ് എന്ന് പറയും. ഈ ഫോക്സ് ബോൾഡ് ടിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ കണ്ടോ, നോക്കുക, ഞാനിപ്പം ഈ ഒരു ലെയർ മൊത്തം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ ഞാൻ സെയിം ആക്കാം. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ലെയറിനകത്ത് വരുന്ന ഫുൾ ടെക്സ്റ്റും സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം ഞാനിവിടെ ഫോക്സ് ബോൾഡ് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത് കണ്ടോ, ഈ ഒരു ഫോണ്ട് നമുക്ക് ബോൾഡ് ആയി കിട്ടും. അതാണ് ഫോക്സ് ബോൾഡ് എന്ന് പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റുകളെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട്. സോ സെക്കൻഡ് വരുന്ന എന്താണ്, ഫോക്സ് ഇറ്റാലിക്. ഫോക്സ് ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്സ്റ്റുകളെ നമ്മൾ ഇറ്റാലിക് മെത്തേഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്സ് ഇറ്റാലിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഓൾ ക്യാപ്സ്. ഓൾ ക്യാപ്സ് മീൻസ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തേക്കുന്ന ലെറ്റർ ഏതെങ്കിലും സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തം എന്താകും, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ ക്യാപ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്ന ഓൾറെഡി എല്ലാം എന്താണ്, സ്മോൾ ലെറ്റർ അല്ല ക്യാപിറ്റൽ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. ഞാൻ സ്മോൾ ലെറ്ററിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുവാണേ. ഇതെന്താണ്, ഇത് സ്മോൾ ലെറ്റർ ആണ് അല്ലേ. ഇതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് ആക്കണം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഓൾ ക്യാപ്സ് യൂസ് ചെയ്യാം. കണ്ടോ, ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എന്ത്, ഓൾ ക്യാപ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്, സ്മോൾ ക്യാപ്സ് ആണ്. സ്മോൾ ക്യാപ്സ് അതായത് നമ്മളിപ്പം ഓൾറെഡി ഓൾ ക്യാപ്സ് പഠിച്ചു. ഓൾ ക്യാപ്സ് പഠിച്ച ശേഷം ഡയറക്റ്റ് സ്മോൾ ക്യാപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് പറയും, ക്യാപിറ്റൽ ലെറ്ററിനെ സ്മോൾ ലെറ്ററിലേക്ക് ആക്കാനാണ് സ്മോൾ ക്യാപ്സ് യൂസ് ചെയ്യുന്നത് എന്ന് എല്ലാവരും പറയും. അതല്ല, സ്മോൾ ക്യാപ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഇവിടെ ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്ത് ഞാൻ ഒരു ലെറ്റർ ഞാൻ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്തു. ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, ആ ടെക്സ്റ്റുകൾ മൊത്തവും ക്യാപിറ്റൽ ലെറ്ററിൽ വന്നു അല്ലേ. ഇനി ഞാൻ അതിനെ സ്മോൾ ക്യാപ്സ് ആക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, സ്മോൾ ക്യാപ്സ് ആക്കുമ്പോൾ നോക്കുക, ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് തന്നെ, അതായത് ആ സെയിം സൈസ് തന്നെ, പക്ഷെ ബാക്കി വരുന്ന ലെറ്ററുകളെല്ലാം സ്മോൾ ലെറ്ററിന്റെ അതേ സൈസിലേക്ക് ചേഞ്ച് ആയി കിട്ടും. സോ അതാണ് എന്ത്, സ്മോൾ ക്യാപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്താണ്, സൂപ്പർ സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ പേര് സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു മെത്തേഡിൽ ടൈപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. സൂപ്പർ സ്ക്രിപ്റ്റ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എക്സാമ്പിൾ വഴി കാണിക്കാൻ. അതായത് ഞാൻ എങ്ങനെയാണ് ഫസ്റ്റ് എന്ന് എഴുതുന്നത്, എങ്ങനെയാ ഫസ്റ്റ് ഞാൻ ഇവിടെ 1 ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എസ് ടി എവിടെയാണ്, ഇവിടെയാണ് വരുന്നത്, അല്ല എസ് ടി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഏരിയയിലാണ് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണോ, ഈ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് ടിക്ക് ഓൺ ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു ലെറ്ററിന്റെ ഹെഡർ ഏരിയയിൽ എസ് ടി എന്നുള്ള ആ ഒരു ലെറ്റർ അറേഞ്ച് ചെയ്തു. സോ അതാണ് എന്താ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഡേറ്റ് എഴുതാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂപ്പർ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ നോർമലി ടൈപ്പ് ചെയ്യുക. നോർമലി ടൈപ്പ് ചെയ്തിട്ട് ഏത് പോർഷൻ ആണോ സൂപ്പർ സ്ക്രിപ്റ്റിലേക്ക് ആക്കേണ്ടത് ആ പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ സൂപ്പർ സ്ക്രിപ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സൂപ്പർ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എസ് ടി എന്ന് എഴുതിയിരിക്കുന്നത് മുകളിൽ വന്നേക്കുന്നുണ്ടോ. സോ ഇതാണ് എന്താ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്, സബ്സ്ക്രിപ്റ്റ്. തൊട്ട് സൈഡിൽ കിടക്കുന്നതാണ് എന്ത്, സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കെമിക്കൽ ഫോർമുലയൊക്കെ എഴുതില്ലേ, H2O എന്ന് എഴുതുന്നതൊക്കെ എങ്ങനെയാണ്. സോ ഈ ഒരു കെമിക്കൽ ഫോർമുല അല്ലെ, H2 എന്നുള്ള ഈ ഒരു കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുന്ന മെത്തേഡ് ഇങ്ങനെയല്ല. നമ്മൾ എന്താണ് 2 എപ്പോഴും ഇതിന്റെ ഒരു ഫൂട്ടർ ഏരിയയിലായിട്ട് ആയിരിക്കും എഴുതുന്നത്. ഞാൻ ഈ 2 എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഈ 2 ഇതിന്റെ ഫൂട്ടറിന്റെ താഴത്തേക്ക് അറേഞ്ച് ആയിട്ടുണ്ട്. സോ ഇതാണ് എന്ത്, സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, എന്താണ് നമ്മുടെ അണ്ടർലൈൻ. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വേർഡ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ താഴെ നമുക്കൊരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ഇവിടെ അണ്ടർലൈൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് എന്ത്, അണ്ടർലൈൻ എന്ന് പറയുന്നത്. തൊട്ട് താഴെ നമുക്കൊരു ലൈൻ ആഡ് ചെയ്ത് കിട്ടും. ലാസ്റ്റ് ഓപ്ഷൻ ആണ് എന്ത്, സ്ട്രൈക്ക് ത്രൂ എന്ന് പറയും. സ്ട്രൈക്ക് ത്രൂ മീൻസ് അതിന്റെ ലെറ്ററിന്റെ സെന്ററിൽ കൂടെ നമുക്കൊരു സ്ട്രോക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, സ്ട്രൈക്ക് ത്രൂ ടിക്ക് ഓൺ ചെയ്യാം. അതായത് ഈ വെട്ടിയിട്ടേക്കുന്ന പോലെ കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു സ്ട്രൈക്ക് ത്രൂ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഓപ്ഷൻ, അതായത് ഫോക്സ് ബോൾഡ്, ഫോക്സ് ഇറ്റാലിക്, ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ്, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അണ്ടർലൈൻ ആൻഡ് സ്ട്രൈക്ക് ത്രൂ, ഈ ഓപ്ഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൺസ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ടിക്ക് ഓൺ ആയി ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ആക്റ്റീവ് ആയി കിടക്കും. ഇനി നിങ്ങൾ എന്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താലും ആ ഒരു പ്രോപ്പർട്ടി ആക്റ്റീവ് ആയിട്ടായിരിക്കും ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കിട്ടുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഓൾ ക്യാപ്സ് ടിക്ക് ഓൺ ചെയ്തിട്ട് പോവുക. ഇനി ഞാനിത് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുക. സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ലെറ്റർ ഏതാണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. കാരണം ഇവിടെ എന്താണ്, ഈ ഒരു പ്രോപ്പർട്ടീസ് ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. സോ ഈ പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം ആവശ്യമുള്ള ലെറ്റർ മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് പഠിക്കുക.
അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഏറ്റവും അവസാനമായിരിക്കും ശ്രദ്ധിക്കുന്ന ഒരു പ്രോപ്പർട്ടി ടിക്ക് ഓൺ ആയിരിക്കും. ആ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും നേരം ടൈപ്പ് ചെയ്ത ലെറ്ററുകളെല്ലാം വരുന്നത്. സോ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാരക്ടർ വിൻഡോയിൽ വരുന്ന പ്രോപ്പർട്ടീസ്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യമേ ക്യാരക്ടർ വിൻഡോ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്ന വാല്യൂസ് തന്നെയാണ് ഇതിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് കിടക്കണേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും ടൈപ്പ് ചെയ്യാൻ തുടങ്ങാൻ. അതിനു മുമ്പ് ഒരു കാരണവശാലും ടൈപ്പ് ചെയ്ത് പോകരുത്. കാരണം ചിലപ്പം 1-2 ലൈൻ ആയിരിക്കും ടൈപ്പ് ചെയ്യാനുള്ളൂ. പക്ഷെ നമുക്ക് വലിയൊരു മാറ്റർ മൊത്തം ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരക്ടർ വിൻഡോയിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ അത്രയും സമയം വീണ്ടും പോകും. കാരണം നമ്മളത് വീണ്ടും മൊത്തം ചെയ്തെടുക്കേണ്ടി വരും. സോ ഞാനിപ്പോൾ ഈ പറയുന്ന വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ വാല്യൂസ് തന്നെയാണോ ക്യാരക്ടർ വിൻഡോയിൽ കിടക്കണേന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നിങ്ങൾ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, ഫോണ്ട് ഓക്കെയാണ്, ഫോണ്ട് നമുക്ക് നോക്കണ്ട. അതുപോലെ തന്നെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം, അത് പ്രശ്നമില്ല. ഇവിടെ നോക്കുക, ഒന്ന് ലീഡിംഗ് വാല്യൂ. ലീഡിംഗ് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഓട്ടോയിൽ വേണം കിടക്കാൻ. തൊട്ട് താഴെ കിടക്കുന്ന ട്രാക്കിംഗ് വാല്യൂ എപ്പോഴും എന്തെങ്കിലും വേണം കിടക്കാൻ? 0യിൽ വേണം കിടക്കാൻ. പിന്നെ വരുന്ന വെർട്ടിക്കൽ സ്കെയിൽ എപ്പോഴും 100ൽ വേണം ആഡ് ചെയ്തെടുക്കാൻ. ഹൊറിസോണ്ടൽ സ്കെയിൽ ഇപ്പോൾ എത്രയിൽ വേണം? 100 തന്നെ വേണം കിടക്കാൻ. ബേസ് ലൈൻ ഷിഫ്റ്റ് എപ്പോഴും 0 വാല്യൂയിൽ വേണം കിടക്കാൻ. കളർ നമുക്ക് ഏതൊരു കളർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ വരുന്ന ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് ടിക്ക് ഓഫ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് തുടങ്ങാൻ. ഇനി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനകത്തൊന്ന് ഞാനിപ്പം ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തു. ഈ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങളിതിനകത്ത് ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ വേർഡ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നാമത്തെ കാര്യം, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഒരു വേർഡോ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കളർ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു വേർഡ് മൊത്തം സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പർട്ടിക്കുലർ വേർഡിൻ്റെ മാത്രം സൈസ് നമുക്ക് ഇതുണ്ടാവും, ഇതുപോലെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ആ ഒരു എൻറ്റയർ വേർഡോ ആ എൻറ്റയർ ലൈനിലുള്ള ഫുൾ ടെക്സ്റ്റോ സെലക്ട് ചെയ്ത് മാത്രമല്ല നമുക്ക് പ്രോപ്പർട്ടി മാറ്റാൻ സാധിക്കുന്നത്. നമുക്കൊരു പർട്ടിക്കുലർ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്ത് ആ ഒരു ലെറ്റർ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടി മാറ്റാം. അതുപോലെ ആ ഒരു വേർഡ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ പഠിച്ച ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വേണം ചെയ്യാൻ. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വേർഡിന്റെ ലെറ്ററുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു വേർഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ട്രാക്കിംഗ് വാല്യൂ ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റ് ടൂൾ പഠിക്കാം. അടുത്ത ടെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചത് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ ആണ്. ഇനി അടുത്ത് ഏതാണ്? വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ. ഇത് രണ്ടും നമുക്ക് ആ നെയിമിൽ തന്നെ അറിയാം അല്ലേ? ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ചെയ്യുമ്പോൾ ലെറ്ററുകൾ വരുന്നത് എങ്ങനെയായിരിക്കും? നേരെ താഴത്തേക്കായിരിക്കും വരുന്നത് കേട്ടോ. അതാണ് എന്ത്? വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത്. അതായത് വൈ ഡയറക്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെർട്ടിക്കൽ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ ടൈപ്പ് ചെയ്യാനായിട്ടാണ് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. രണ്ടിന്റെയും പ്രോപ്പർട്ടികൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെത്തേഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനിപ്പോൾ ക്യാരക്ടർ വിൻഡോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അതിനും എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, വെർട്ടിക്കൽ ടൈപ്പ് ടൂളും അതുപോലെ തന്നെയാണ്. സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന നേരെ താഴത്തേക്കാണ് മാത്രമേ ഉള്ളൂ. സോ നമുക്കിനി ടെക്സ്റ്റ് ടൂളിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ ഫയൽ തരുന്നുണ്ട്. ആ സാമ്പിൾ ഫയലിനകത്തുള്ള ഈ ടെക്സ്റ്റ് കണ്ടന്റ് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ സൈസ് വേരിയേഷൻ ഉണ്ട്, അതുപോലെ ഇതിന്റെ കളർ വേരിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ലീഡിംഗ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രോപ്പർട്ടീസും ഞാനിവിടെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. കാരണം നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റിന്റെ ക്യാരക്ടർ വിൻഡോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. സോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ നമുക്ക് ആ ടെക്സ്റ്റിന്റെ സെറ്റിംഗ്സ് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ആയി കിട്ടുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്